റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യം വന്നിട്ടുള്ള ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ്. താഴെ ഒരു 7 ചോദ്യങ്ങളുണ്ട്. അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാനാണ്. അതിൽ നമുക്ക് ഉത്തരങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ബി അസ്വാത്തിക്കും, സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ ഇഖ്ലാസ്, തർഖീഖ്, തഫ്ഖീം, തർത്തീല, തകർന്നുപോയ വീടിനെ പോലെയാണ്. ഇതൊക്കെയാണുള്ളത് അല്ലേ. അതിൽ ബി അസ്വാത്തിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം കൊണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഖുർആനിൻ്റെ 1/3, ഖുർആനിൻ്റെ 1/3 സമമാകുന്ന ഒരു സൂറത്ത് ഇവിടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആ സൂറത്തുണ്ടല്ലോ, അതാണ് ഖുർആനിൻ്റെ 1/3 സമമാകുക. സുലുസുൽ ഖുർആൻ എന്നൊക്കെ പറയും. രണ്ടാമത്തെ ചോദ്യം, ജുമുഅ ദിവസം ഓതുക. ജുമുഅ ദിവസം ഓതൽ നല്ല സുന്നത്തുള്ള ഒരു സൂറത്തുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ കഹ്ഫാണ്. സൂറത്തുൽ കഹ്ഫ്. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തത് വറത്തിലിൽ ഖുർആന അല്ലേ. അതിൻ്റെ ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗമാണ് വറത്തിൽ ഖുർആന തർത്തീല എന്നാണ്. അതിവിടെ ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ ഉത്തരം, തർത്തീല. ഇനി നാലാമത്തത് സയ്യിനുൽ ഖുർആന, നിങ്ങളുടെ ഖുർആനെ നിങ്ങൾ മനോഹരമാക്കുക. എന്തുകൊണ്ട്? ബി അസ്വാത്തിക്കും. ഇതാണ് നാലാമത്തെ ഉത്തരം, നിങ്ങളുടെ ശബ്ദം കൊണ്ട്. നിങ്ങളുടെ ശബ്ദം കൊണ്ട്. അപ്പോൾ അവിടെ ബി അസ്വാത്തിക്കും എന്നാണ് യോജിക്കുന്നത്. സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും. ഇനി ആറാമത്തത് ഘനശബ്ദം, നല്ല ഘനമുള്ള ശബ്ദം. അതിന് പറയുന്നൊരു പേരുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. 5 തഫ്ഖീം എന്നാണ് പറയാം. തഫ്ഖീം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച വേറൊരു കാര്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആറാമത്തത് ലഘു ശബ്ദം അഥവാ നേരിയ ശബ്ദം. അതിന് പറയുന്നത് തർഖീഖ്. ഇതാണ് ആറാമത്തത്. അപ്പോൾ ഇവിടെ തർഖീഖ് എന്ന് എഴുതാം. തഫ്ഖീം ഘനശബ്ദം, തർഖീഖ് ലഘുശബ്ദം അല്ലേ. അപ്പോൾ അത് യോജിക്കും. ഇനി ഏഴാമത്തെ ലാസ്റ്റത്തെ എന്താണ്? ഖുർആൻ അല്പം പോലും ഹൃദയത്തിലില്ലാത്തവർ ആയതുപോലെയാണ്. ഇതാണ് ഏഴാമത്തെ ഉത്തരം, തകർന്നു പോയ വീടിനെ പോലെയാണ്. ഖുർആൻ അല്പം പോലും ഹൃദയത്തിലില്ലാത്തവർ തകർന്നു പോയ വീടിനെ പോലെയാണ്. അപ്പോൾ അതങ്ങനെയൊക്കെ യോജിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി സൂറത്തുകളുടെ പുണ്യങ്ങൾ എഴുതാം എന്നാണ്. സൂറത്തുകളുടെ പുണ്യങ്ങൾ എഴുതാം. അതിൽ ഒന്നാമത്തത് സൂറത്തുൽ വാഖിയയാണ്. സൂറത്തുൽ വാഖിയയുടെ പുണ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് സൂറത്തു യാസീനാണ്. സൂറത്തു യാസീൻ്റെ മഹത്വം എന്താ? 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കും. സൂറത്ത് യാസീൻ ഒരു വട്ടം ഓതിയാലല്ലേ. അപ്പോൾ അത് എഴുതാം, 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം. അങ്ങനെ എഴുതാം. മൂന്നാമത്തേത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്കിൻ്റെ പുണ്യം എന്താണ്? എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാവുകയും അതിൻ്റെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ എഴുതാം, എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും, അതിൻ്റെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ശഫാഅത്ത് ലഭിക്കുമെന്നും എഴുതാം. ഇതൊക്കെയാണ് ഈ സൂറത്തുകളുടെ പുണ്യങ്ങൾ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാമെന്നാണ്. അതിൽ ഒന്നാമത്തത് ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ മാതാപിതാക്കൾക്ക് പ്രകാശത്താലുള്ള ഡാഷ്. എന്താണ്? ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുക പ്രകാശത്താലുള്ള കിരീടം ധരിപ്പിക്കപ്പെടും എന്നല്ലേ. അപ്പോൾ അതവിടെ ഇതാ, ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ മാതാപിതാക്കൾക്ക് പ്രകാശത്താലുള്ള കിരീടം ധരിപ്പിക്കപ്പെടും. ഇനി രണ്ടാമത്തത് ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറന്നുകളയൽ ഡാഷ്. എന്താണ്? മറന്നുകളയൽ. ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറന്നുകളയൽ വലിയ തെറ്റാണ്. അപ്പോൾ ഇവിടെ വലിയ തെറ്റാണ് എന്ന് എഴുതി പൂർത്തിയാക്കാം.
ഇനി നാലാമത്തെ ആക്ടിവിറ്റി കള്ളികൾ പൂർത്തിയാക്കാം എന്നാണ്. അതിൽ 2 കള്ളികളാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ കള്ളിയിൽ വിധികൾ എന്നാണ്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അക്ഷരങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇഖ്ലാബിൻ്റെ അക്ഷരം ഇവിടെ ബാഗ് കൊടുത്തേക്കണ്. ബാക്കി വിധികളുടെ അക്ഷരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അതിലൊന്നാമത്തത് ഇൽഹാറാണ്. ഇൽഹാർ വെളിവാക്കലാണല്ലോ. അതിൻ്റെ അക്ഷരങ്ങൾ ഏതാണ്? 6 അക്ഷരങ്ങളാണ്. ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ. ഇതൊക്കെ ഈ 6 അക്ഷരങ്ങളാണ്. അഥവാ നമ്മളെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങളാണ്. അന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി രണ്ടാമത്തത് ഇദ്ഗാമുൻ ബിഗുന്ന. ഇദ്ഗാമുൻ ബിഗുന്നൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നൂന്, വാവ്, മീമ്, യാ. ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്കറിയുന്ന കേസാണ്. നൗമി എന്ന് വേണമെങ്കിൽ നമുക്കൊരു വാക്കായിട്ടത് പറയാം. നൗമി ആ വാക്കിന് പഠിച്ചു വെച്ചാൽ പിന്നെ അക്ഷരങ്ങൾ ഓരോന്നെടുത്ത് എഴുതിയാലും മതി. മൂന്നാമത്തത് ഇദ്ഗാമുൻ ബിലാവുന്നയാണ്. ബിലാവുന്നക്ക് 2 അക്ഷരങ്ങളാണ്. ലാമ്, റാ. പിന്നെ നാലാമത്തത് ഇഖ്ലാബാണ്. ഇഖ്ലാബിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാ ആണ് എന്നുള്ളത്. ഇനി ഇഖ്ഫാഉം കൂടിയാണ് അതിൽ ബാക്കിയുള്ളത്. ഇഖ്ഫാ അഥവാ ഇവിടെ പിന്നെ ഈ ഇൽഹാറിന് 6 അക്ഷരങ്ങൾ, അതേപോലെ ഇദ്ഗാമുൻ ബിഗുന്നക്ക് 4, ഇദ്ഗാമുൻ ബിലാവുന്നക്ക് 2, പിന്നെ ഇഖ്ലാബിന് 1. ഇപ്പോൾ എത്രയായി? 13ആയി. ഇതൊക്കെ പാടെ കൂട്ടിയാൽ 13ആയി. ബാക്കി 15, അറബി ടോട്ടൽ 28 അക്ഷരമാണല്ലോ. ബാക്കി 15 അക്ഷരങ്ങളും എന്തിൻ്റെയാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഇവിടെ ഒരു ചോദ്യം എന്താണുള്ളത്? ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിൽ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് നമുക്കറിയാം, ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബി വഅസ്വാതിഹാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അറബികളുടെ ശബ്ദത്തിലും ശൈലിയിലൊക്കെയാണ് എന്ത് ചെയ്തേണ്ടത്? ഓതേണ്ടത്. അപ്പോൾ നമുക്ക് അറബികളുടെ എന്ന് എഴുതിയാൽ മതി. അറബികളുടെ ശൈലിയിൽ എന്നും ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അറബികളുടെ ശൈലിയിൽ, അതാണ് അതിൻ്റെ ആൻസർ. ഇനി അതിൻ്റെ കൂടെ 6ാമത്തതും കൂടി നോക്കാം. 6ാമത്തത് ആശയമെഴുതാം എന്നാണ്. ആശയമെഴുതാം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാം എന്നാണ്. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തൻ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്യുന്നത് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മയാണ്. അപ്പം അങ്ങനെ എഴുതാം. എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്യുന്നത് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മയാണ്. അങ്ങനെ എഴുതാം. ഇനി 7ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. എന്തൊക്കെയാണ് വ്യക്തമാക്കി കൊടുക്കേണ്ടത്? 1 ഇഖ്ലാബ്, 2 ഇഖ്ഫാ. അത് രണ്ടും എന്താണ് എന്ന് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എഴുതി കൊടുത്താൽ മതി. അതിൽ ഇഖ്ലാബാണ് ഒന്നാമത്തത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താൻ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനതൊന്ന് ചുരുക്കി എഴുതാണ്. ഞാനിവിടെ വളരെ ഷോർട്ടാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. പിന്നെ അത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കംപ്ലീറ്റ് എഴുതും വേണം. സാക്കിനായ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ, അതൊക്കെ എന്ന അക്ഷരം എന്നൊക്കെ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. ബാ എന്ന അക്ഷരം വന്നാൽ എന്താണ്? നൂനിനെയും തൻവീനിനെയും എന്ത് ചെയ്യണം? മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. അപ്പോൾ അതാണ് ഇഖ്ലാബ്. ഇനി ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ഫാ എന്ന് പറയാം. എന്താണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നതിന്, അതിനാണ് ഇഖ്ഫാ എന്ന് പറയാം. ഇനി അടുത്ത ആക്ടിവിറ്റി 8ാമത്തത് 2 വീതം ഉദാഹരണങ്ങൾ എഴുതാനാണ്. അതിൽ ഒന്നാമത്തത് ഇഖ്ഫാ ആണ്. ഇഖ്ഫാഇൻ്റെ 2 ഉദാഹരണങ്ങൾ നമുക്കറിയാം. നേരത്തെ പറഞ്ഞിരുന്നു, സാക്കിനായ നൂനിനോ അതേപോലെ തൻവീനിനോ ഒക്കെ ശേഷം ഏത് വന്നാൽ പിന്നെ 15 അക്ഷരങ്ങൾ അഥവാ
മറ്റു 4 നിയമങ്ങളുടെ അല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ 2 അക്ഷരങ്ങൾക്ക് ഉദാഹരണം ഇവിടെ ഇതാണ്. അതിൽ ഒരു അക്ഷരം ത ആണ്. അതിൻ്റെ ഉദാഹരണം മിൻ തഫാവുത്തിൻ എന്നാണ്. മിൻ തഫാവുത്ത്. അത് പിന്നെ പുസ്തകത്തിൽ നമ്മൾ 18ാമത്തെ പേജിൽ വേറെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏതും എഴുതുക. ഞാനിവിടെ ജസ്റ്റ് താനുള്ളൊരു ഉദാഹരണം എഴുതി. അപ്പോൾ 15 അക്ഷരങ്ങളിൽ ഏത് അക്ഷരങ്ങൾക്കുള്ള ഉദാഹരണം എഴുതുക. ഇനി പരീക്ഷയ്ക്ക് അക്ഷരം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്ഷരത്തിന് തന്നെ ഉദാഹരണം എഴുതണം. ഇവിടെ അങ്ങനെ പ്രത്യേകം പറയാത്തത് കൊണ്ടാണ് ഇഷ്ടമുള്ള അക്ഷരത്തിന് എഴുതിയത്. രണ്ടാമത്തത് ജീമിൻ്റെ ഒരു ഉദാഹരണം ഇതാണ്. അതൊക്കെ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. മിൻജോ എന്നാണ്. മിൻജോയിൻ. അപ്പോൾ ഇവിടെ സാക്കിനായ നൂനിത ശേഷം ത ആണ്. ത ഇഖ്ഫായിൻ്റെ അക്ഷരമാണല്ലോ. എന്താണ് നിയമം വരുന്ന സ്ഥലം. പിന്നെ അതേപോലെ ഇവിടെ സാക്കിനായ നൂനിത ശേഷം ജീമിത. ജീമി ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അങ്ങനെ എഴുതാം. വേറെ ഏത് അക്ഷരം എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ തൻവീന് ശേഷം വരുന്നത് എഴുതാം. ഞാൻ ഇവിടെ നൂനിൻ്റെ മാത്രം എഴുതിയത്. ഇനി രണ്ടാമത്തത് ഇഖ്ലാബാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂന് അതേപോലെ തൻവീന് അതിന് ശേഷം ഏത് വന്നാൽ ബാ എന്ന അക്ഷരം വന്നാലാണ് ഇഖ്ലാബ് വരിക. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം മിംബഅദു. ദാ മിംബഅദു അല്ലെങ്കിൽ മിംബഅദി എന്നൊക്കെ പറയാം. മിൻ ബഅദി. അതിൽ നോക്കൂ, ദ സാക്കിനായ നൂനുത ശേഷം ബാ ഇത. അതേപോലെ തന്നെ ഒരു തൻവീൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. കിറാമിം ബററ എന്നാണ്. എന്താ തൻവീൻ ഇവിടെ ഉണ്ട്. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂൻ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാ ഇപ്പുറത്തുണ്ട്. അപ്പോൾ അതങ്ങനെ എഴുതാം. ഇനി ഇൽഹാറിന്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂന് തൻവീന് അതിന് ശേഷം 6 അക്ഷരങ്ങളുണ്ടല്ലോ. ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് വന്നാലാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഹംസിൻ്റെ ഒരു ഉദാഹരണം എഴുതാം. മൻ ആമന. ദ സാക്കിനായ നൂനിത ഹംസുദ. ഇനി മറ്റൊരു അക്ഷരത്തിനൊരു ഉദാഹരണം മിൻഹാദിൻ. ദ സാക്കിനായ നൂനിത ശേഷം ഹാ ഇത. ഹംസ് ഹാ ഐന് ഹാ ഖൈന് ഖാ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.